മലയാളത്തിലെ പരിപൂർണനായ സംവിധായകനാണ് ശ്രീ കെ.ജി. ജോർജ്. സമാന്തര വാണിജ്യ സിനിമകൾക്കിടയിലെ മതിൽക്കെട്ട് പൊളിച്ചുകളഞ്ഞ് വിപ്ലവകരമായ മാറ്റങ്ങൾ മലയാളത്തിൽ കൊണ്ടുവന്ന സംവിധായകൻ. രാമു കാര്യാട്ടിന്റെ സംവിധാന സഹായിയായിരുന്ന കെ.ജി. ജോർജിന്റെ സ്വതന്ത്ര സംവിധാനത്തിലുള്ള ആദ്യ സിനിമ സ്വപ്നാടനമാണ്. തന്റെ സിനിമാ ജീവിതം ഓർത്തെടുക്കുകയാണ് ശ്രീ കെ.ജി. ജോർജും തിരക്കഥാകൃത്ത് ജോൺ പോളും. അനുഭവങ്ങളിൽ നിന്നും അർത്ഥമുള്ള ജീവിതത്തിൽ നിന്നൊക്കെയാണ് പ്രമേയം, അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാകുന്നത് എന്ന് ജോർജ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രമേയം കൊണ്ട്, സിനിമകളുടെ പ്രമേയം കൊണ്ട് തെളിയിച്ച ആളുമാണ്. കെ.ജി. ജോർജിന്റെ പ്രമേയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കെ.ജി. ജോർജിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടി പറയണം. ജീവിതത്തോട് എന്നും കലഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കെ.ജി. ജോർജ്. ഒരിക്കലും സാമ്പ്രദായിക ചിട്ടകൾക്ക് വ്യക്തി ജീവിതത്തിൽ വഴങ്ങിയിട്ടില്ല, കലാജീവിതത്തിലും വഴങ്ങിയിട്ടില്ല. കലാപം തന്നെയാണ് ജീവിതം എന്ന് പറയുന്ന അതേ ശ്രുതിയിലാണ് കലാപം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തോടുള്ള ആ കലാപ വാഞ്ച തന്നെയാണ് സിനിമയിലൂടെ പുള്ളി വിന്യസിപ്പിക്കുന്ന ജീവിത സമീപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അവ യഥാർത്ഥത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കാം, അതിന് കാൽപ്പനികതയുടെയോ വിഭ്രമാത്മകതയുടെയോ തലങ്ങൾ ഉണ്ടാകാം എന്നിരിക്കെയും അവയിൽ നമുക്ക് ജീവിതത്തിൻ്റെ പച്ചപ്പും നേരുനെറിവിൻ്റെ ചൂടും അനുഭവിക്കാൻ കഴിയുന്നു. ജീവിതത്തോട് പൊക്കിൾക്കൊടി ബന്ധം പുലർത്തിക്കൊണ്ട് മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മണ്ണിനും അപ്പുറത്തുള്ള മനുഷ്യനെ, ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണതകളെ, അതിലെ ഭാവസഹസ്രങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ജോർജിൻ്റെ ചലച്ചിത്ര ബിരുദം എന്ന് പറയുന്നത്. താങ്കളുടെ തലമുറ ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള നിഷേധികളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ചിട്ടുള്ളത് പി.എൻ. മേനോനാണ്. നിലവിലുള്ള എല്ലാ വ്യാകരണ നിയമങ്ങളെയും ഊതിത്തെറിപ്പിച്ചുകൊണ്ട് പുതിയ നിയമം, എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ തേടുന്ന ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തു തരുന്നത് എന്ന് പറയുന്ന ഒരു ധിക്കാരം പി.എൻ. മേനോനിലേ നമ്മൾ കണ്ടത്. പി.എൻ. മേനോൻ്റെ റോസ് കണ്ടിട്ടുണ്ടോ? ഓളവും തീരവുമാണ് എനിക്ക് തോന്നുന്നത് ലക്ഷണയുക്തമായ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമ. പിന്നെ എം.ടിയുടെ നിർമ്മാല്യം വന്നു, അടൂരിൻ്റെ സ്വയംവരം വന്നു. അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു ആ ഒരു ഭൂമികയിൽ നിന്നല്ലേ താങ്കളടക്കമുള്ളവർക്ക് സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയല്ലാതെയും ഞങ്ങൾക്ക് പറയണമെന്നുള്ള തോന്നലുണ്ടായത്? മറ്റേ എൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി മാനസികമായിരുന്നു. അത് ആദ്യത്തെ സിനിമ ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രധാനം സൈക്കോളജി വായിച്ചിട്ടാണ് അതിൽ പഠിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതചര്യയായിട്ട് മാറിയത് ആ സൈക്കോളജി എന്നത്. എൻ്റെ ഏത് സിനിമയിൽ നോക്കാനും നിങ്ങൾക്ക് ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് കാണാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അത് എൻ്റെ ജീവിതത്തെയും എൻ്റെ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. ജോർജിനോട് നമ്മൾ ജോർജ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജോർജിൻ്റെ ജീവിതത്തിൽ നിന്ന് ചിത്രകലയിൽ നിന്നാണ് ജോർജ് ചിത്രങ്ങൾ കൊണ്ട് സംവദിക്കുന്ന, ചിത്രങ്ങൾ കൊണ്ട് കഥ പറയുന്ന കലയിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ജോർജ് സാമാന്യം നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ്. ജോർജിൻ്റെ പിതാവ് അപ്പൻ ഭേദപ്പെട്ട രീതിയിൽ പെയിൻറ്റ് ചെയ്തൊരു സൈൻ പെയിൻ്ററായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അപ്പനെ സഹായിച്ചും അല്ലാതെ സ്വതന്ത്രമായിട്ടും ജോർജ് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രകലയിൽ നിന്ന് ചിത്രങ്ങൾ കാണാനുള്ള അഭിനിവേശം വന്നു. ആ കാണുന്ന ചിത്രങ്ങൾ, പല ഭാഷകളിലെ ചിത്രങ്ങൾ കാണുമ്പോൾ ചില ചിത്രങ്ങൾ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നു, ചില ചിത്രങ്ങൾ ജീവിതത്തെ പിന്തുടരുന്നു, ചില ചിത്രങ്ങൾ ജീവിതത്തെ കൃത്രിമ ജടിലമായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ തമ്മിലുള്ള ചേരിതിരിവുകളെക്കുറിച്ച് പുള്ളി ബോധവാനായി. അതിൽ നിന്ന് പുള്ളിക്ക് അഭിനമിക്കാൻ കഴിയുന്ന സിനിമകളെ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും ജോർജ് തന്നെ ആ കാലഘട്ടത്തിലേക്ക് നോക്കി കളിയാക്കി പറഞ്ഞിട്ടുള്ളത് ഞാനൊരു പടിഞ്ഞാറ് നോക്കിയായിരുന്നു എന്നാണ്. കാരണം ലക്ഷണയുക്തമായ മാതൃകാ ചിത്രങ്ങൾ അധികവും വന്നിരുന്ന പടിഞ്ഞാറിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ, അതൊരു കഥ പറയുന്ന രീതി, കഥയിലൂടെ ജീവിതത്തെ നിദർശിപ്പിക്കുന്ന രീതി, ഇതിലെല്ലാം അഭിരമിച്ചുകൊണ്ടാണ് ജോർജിലെ ചലച്ചിത്ര വിദ്യാർത്ഥി കടന്നു വരുന്നത്. പക്ഷെ അപ്പോഴും മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സാവധാനമെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമത്തെക്കുറിച്ച് പുള്ളി ബോധവാനായിരുന്നു. അപ്പോൾ ജോർജിനോട് തന്നെ ചോദിച്ചാൽ ജോർജ് പറയുക, ആദ്യഘട്ടത്തിൽ ജോർജിനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കാൻ കഴിയുന്ന സാധ്യതയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഭാർഗവീ നിലയമായിരിക്കും. നിലക്കുയിലിൻ്റെ അപ്പുറത്ത്, എന്നാലും ഭാർഗവീ നിലയമാണ് ഒരു ചലച്ചിത്രം എങ്ങനെ ഒന്നിലേറെ ഘടനകളെ
സംയോജിപ്പിച്ച് ഒന്നാക്കിക്കൊണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇറ്റ് ഹാസ് എ വെസ്റ്റേൺ സ്ട്രക്ചറൽ ഡിസൈൻ. അതൊരു ഗോസ്റ്റ് സ്റ്റോറിയാണ്, അതൊരു ലവ് സ്റ്റോറിയാണ്, അതൊരു മർഡർ മിസ്റ്ററിയാണ്. അപ്പോൾ നമ്മൾ വിദേശ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന കഥ പറച്ചിലിൻ്റെ ഒരു എന്താണ് പറയുക, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാധ്യത മലയാളത്തിലല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യം പരീക്ഷിച്ച ചിത്രങ്ങളിൽ ഒന്ന് ഭാർഗവി നിലയമായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഓഫ് കോഴ്സ് സേതുമാധവൻ്റെയും വിൻസെൻ്റ് മാഷിൻ്റെയും എല്ലാം ഭാസ്കരൻ മാഷിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവുണ്ട്. സാങ്കേതികമായും ചലച്ചിത്രപരമായും നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രമേയത്തിൻ്റെ കരുത്ത് കൊണ്ട് നിന്ന് പോകുന്ന ചിത്രങ്ങളാണ്. പക്ഷെ പിന്നെ മലയാള സിനിമയിലേക്ക് നമ്മൾ ഒരു ആദരവോടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കാര്യാട്ട് സാറിൻ്റെ ചെമ്മീനാണ്. ഒരു സിനിമയുടെ ആദ്യ അവസാന സമഗ്രതയിൽ നമുക്കൊരു സിനിമയോട് പ്രണയം തോന്നുന്നത് ചെമ്മീനാണ്. ഇന്നാണെങ്കിൽ നമുക്ക് വിയോജിപ്പിൻ്റെ ഒരുപാട് തലങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ആ കാലഘട്ടത്തിലെ പ്രേക്ഷക മനസ്സിൻ്റെ ഒരു രസതന്ത്രം വെച്ച് നോക്കുമ്പോൾ കാര്യാട്ട് സാറാണ്. കാര്യാട്ട് സാറിലെ സംവിധായകൻ്റെയും സംഘാടകൻ്റെയും ഒരേപോലെയുള്ള നൈപുണ്യം വിളിച്ചറിയിക്കുന്നുണ്ട് അതില്ലേ, ദൃശ്യപരമായിട്ട്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ നടന്മാരെക്കുറിച്ച് പറയുമ്പോൾ ജോർജ് സാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന അഭിനയ മികവ് കാണിച്ചിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ ഏത് നടൻ്റെ ഒപ്പം നിർത്താൻ കൊള്ളാവുന്ന ആളാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്നത്. നാടകത്തിൽ കൊട്ടാരക്കരയുടെ അഭിനയം കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ആ നടനല്ല ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചത്. രണ്ടും രണ്ടാണെന്ന് ആ ഒരു വ്യത്യാസം വളരെ, ആ വ്യത്യാസം പിന്നീട് വന്ന തലമുറയിൽ നമ്മൾ കണ്ടത് ഗോപിയിലാണ്. അതങ്ങനെ അപൂർവമായിട്ട് മാത്രം കഴിയുന്ന ഒരു ഈ ഇൻറ്റൻസിറ്റി ഓഫ് ആക്ടിങ്, അതും ഇൻറ്റീരിയർ ആക്ടിങ് എന്ന് പറയുന്ന ഒരു തലമുണ്ടായിരുന്നു. ഗോപിക്ക് അതിൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അഭിനയ കളരിയും അഭിനയ പരിശീലനവും വായിച്ചറിവും ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്ത ആളായിരുന്നു. ചൈനയിൽ ഒരു കാലഘട്ടത്തിൽ സൈക്കോ മാസിക അടക്കമുള്ള അത്തരം സംഭവങ്ങളിലുള്ള ഒരു വല്ലാത്ത താല്പര്യം കാണിച്ചു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈം സ്റ്റോറീസിലും സാമാന്യം നന്നായി അഭിരമിച്ചിരുന്നു. അത് കുട്ടിനാൾ മുതലേ ഈ വയലൻസിനോട് താങ്കൾക്കൊരു ആസക്തി ഉണ്ടായിരുന്നു എന്ന് ഞാൻ തോന്നുന്നു. എൻ്റെ എല്ലാ സിനിമകളിലും എടുത്തു നോക്കിയാൽ ഈ വയലൻസിൻ്റെ ഭാഷ കാണാൻ സാധിക്കും. അത് ഔട്ട്ബസ്റ്റ് ചെയ്യുന്ന വയലൻസിനേക്കാൾ ഉപരി സപ്രസ് ചെയ്യുന്ന വയലൻസ്, സപ്രസ് ചെയ്യുന്ന ആങ്കർ പോലെ തന്നെയാണ് സപ്രസ് ചെയ്യുന്ന വയലൻസ്. എനിക്ക് തോന്നിയത് അങ്ങയുടെ ചിത്രങ്ങളിൽ വയലൻസ് ഉള്ള ഒരുപാട് ചിത്രങ്ങൾ പലരും ആഘോഷിക്കാറുണ്ടെങ്കിലും സ്വപ്നാടനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് വയലൻസ്. ഒരു അണുപിട കൂടി വന്നാൽ ഞരമ്പ് കടിച്ചു കയറുന്ന വിധത്തിൽ ഞാൻ വയലൻ്റായി പോകുമെന്ന് തോന്നിപ്പിക്കുന്ന അതിൻ്റെ ഒരു എന്താണ് വീർപ്പ് മുട്ടിക്കുന്ന ഇൻറ്റൻസിറ്റി പ്രകടമായ ഒരു ചിത്രം. ഇരകളെന്ന് പറയുന്ന സിനിമയിലും വാസ്തവത്തിൽ ആണ് അത് പ്രധാനമായും വയലൻസ് ആണ്. വയലൻസ് എന്ന് പറയുന്ന ഭൂമികയിൽ നിന്നാണ് ഇത് പടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട് ഇരകള് അടിയന്തരാവസ്ഥ കാലം സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് സഞ്ജയകാന്തിന് ഒരു വില്ലൻ ഇമേജ് ആണല്ലോ, അത് സാറിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാനും ജോർജും തമ്മിൽ എപ്പോഴും തർക്കിക്കാറില്ല. ജോർജ് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ സിനിമയാണെന്നാണ്. പക്ഷേ എന്നാൽ അതിലെ കഥാപാത്രം ഇന്ദിരാഗാന്ധിയും മക്കളും കൂടെ ഇളക്കാരും വളർന്ന സാഹചര്യവും അതും വലുതാത്ത ഈ ടോട്ടൽ വയലത്തിൽ നിന്നാണ്. ആ വയലത്തിൽ നിന്ന് വളരെ പ്രധാനമായും ആകട്ടിക്കുന്നുണ്ട്. ഇക്വേഷനിലാണ് കഥാപാത്രങ്ങളെ പരസ്പരം കോർത്തെടുത്തിട്ടുള്ളത്. വയലൻസിന് ഒരു കണ്ണിയാക്കാൻ കഴിയുമെങ്കിൽ അതിലൂടെ കോർത്തെടുത്തതാണ്. ഇവിടെ അധികം പേരും ഈ മെലോ ഡ്രാമയിലും റൊമാൻസിലുമാണ് കണ്ണി ചേർത്തുകൊണ്ട് കഥകൾ ഉണ്ടാക്കുന്നത്. അവിടെ ഇതാ ഒരു മനുഷ്യൻ വന്നിട്ട് പറയണം, ഞാൻ വയലൻസ് കണ്ണി ചേർത്തുകൊണ്ട് പ്രേമം വരെ പറയുമെന്ന്, ദാമ്പത്യം വരെ പറയുമെന്ന്. അപ്പം അത് ജീവിതത്തെ വേറൊരു കണ്ണുകൊണ്ട് കാണുകയാണ്. കാരണം ജോർജ് ജീവിച്ചു പുലർന്ന തിരുവല്ല ചങ്ങനാശ്ശേരി പശ്ചാത്തലത്തിലെ പച്ച മനുഷ്യരുടെ ഇടയിലുള്ള സംഘർഷങ്ങൾ, അവരുടെ ആന്തരിക സംഘർഷങ്ങളും ഭൗതിക തലത്തിലുള്ള ഫിസിക്കൽ വയലൻസും എല്ലാം കണ്ടുകൊണ്ടാണ് ജോർജ് വളർന്നത്. ആ കണ്ട കാഴ്ചകൾ തന്നെയാണ് തൻ്റെ കഥാപാത്രങ്ങളിലൂടെ നിവേശിപ്പിച്ചെടുത്തത്. ആഗ്രഹിച്ചത് റോസി തോമസ് എഴുതിയ CJ-യുടെ പോർട്രേറ്റ്, ഇവൻ എൻ്റെ പ്രിയ CJ സിനിമയാക്കണമെന്ന് ചുമ്മാ കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അന്ന് റോസി ചോദിച്ച ചോദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്.
റോസി ചോദിച്ചത് റോസിയുടെ വേഷം ആരഭിനയിക്കുമെന്നല്ല, CJ-യുടെ വേഷം ആരഭിനയിക്കുമെന്ന്. ആരെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചിരുന്നു? പുതിയ ആളെ കണ്ടെത്താമെന്നായിരുന്നു? അന്ന് ആരെയും മനസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു. പറ്റുമെങ്കിൽ ഒരു പുതിയ ആളിട്ടുന്നത് ചെയ്യണമെന്നാണ് ആഗ്രഹവും. ഇനി ഞാൻ ഒരു ഹിപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കട്ടെ. മേളയൊക്കെ എടുക്കുന്ന സമയത്താണ് ഇവനെൻ്റെ പ്രിയ CJ എടുക്കാനുള്ള സന്ദർഭം താങ്കൾക്ക് വന്നിരുന്നെങ്കിൽ താങ്കൾ CJ തോമസിന്റെ വേഷത്തിലേക്ക് മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യുമായിരുന്നു? ഇല്ല. എന്തുകൊണ്ടില്ല? അത് ആ CJ തോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ വേണ്ടി വരുന്ന എലിമെന്റ്സ് അല്ല നിങ്ങൾ മമ്മൂട്ടിക്കുള്ളത് എന്നാണ്. നേരെ മറിച്ച് സുകുമാരനെ കാസ്റ്റ് ചെയ്യുമായിരുന്നു? അത് സംശയമാണ്. അല്ല, കാസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്കളോടുള്ള മതിപ്പ് കുറയുമായിരുന്നു. സുകുമാരൻ നല്ല നടനാണ്, അത് വേറെ. അങ്ങനെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് പോയി. സ്വപ്നാടനത്തിൽ നിങ്ങൾ ഡോക്ടർ മോഹൻദാസിനെയാണ് ഒരുപാട് പേര് അന്വേഷിക്കാൻ ഞാനും നിങ്ങളോടൊപ്പം സഞ്ചരിച്ച ആളാണ്. മോഹൻദാസ് അഭിനയിച്ചു. ഇനി ആ ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കട്ടെ. മോഹൻദാസിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അന്നൊരു ദേവലോകത്തിൽ അഭിനയിക്കാൻ വേണ്ടി കൊതിച്ചു നടന്ന ഒരു മമ്മൂട്ടി നിങ്ങളുടെ അടുത്തൊരു അവസരം ചോദിച്ചു വന്നിരുന്നെങ്കിൽ അപ്പോഴും മമ്മൂട്ടി സ്വീകരിക്കാതിരിക്കുന്നതിന് ഞാനൊരു ന്യായം പറയട്ടെ, നിങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ട്. ഈ ഉള്ളിലുള്ള ഒരുപാട് അപകർഷതാബോധവും ഈ എന്താ പറയുക സ്വയം നിഷേധവും ഒരു വിമ്മിഷ്ടമായി മുഖത്ത് കൊണ്ടു നടക്കാൻ മമ്മൂട്ടിക്ക് അന്ന് അതിനുള്ള വൈഭവം വന്നിട്ടില്ല. അത് മോഹൻദാസ് സ്ട്രെയിൻ ചെയ്യാതെ മോഹൻദാസിന് ജന്മസിദ്ധമായി ജന്മനാ തന്നെ ആ മുഖത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പുതുമുഖത്ത് പിക്കുന്നതായിരുന്നു. മോഹൻദാസ് അതിനകത്ത് അഭിനയിച്ചിട്ടില്ല. ഇല്ല, അതാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ പറയുന്ന വെളിച്ചത്തിന്റെയും നിഴലിന്റെയും നടുക്ക് നിങ്ങൾ പറയുന്നിടത്തേക്ക് നോക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെയായിരുന്നു ആവശ്യം. ഇപ്പൊ മണ്ണെന്ന് പറഞ്ഞൊരു ചിത്രമൊക്കെ ഒരുപാട് കോംപ്രമൈസിന്റെ പുറത്ത് ചെയ്യേണ്ടി വന്ന പടമാണ്. പക്ഷെ അന്നത്തെ ലബ്ധപ്രതിഷ്ഠരായ ആളുകളെയാണ് താങ്കൾ അതിൽ കാസ്റ്റ് ചെയ്തത്. അന്നത്തെ യൂത്തിന്റെ ഇടയിലുള്ള മുഖ്യ നായകന്മാരാണ് സോമനും സുകുമാരനും. ഇവര് രണ്ടുപേരും അതിൽ അഭിനയിച്ചുവെങ്കിലും അത് പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ അനുരഞ്ജനപ്പെട്ട് ചെയ്യേണ്ടി വന്നൊരു ചിത്രമായതുകൊണ്ടാണ്. ധാരാളം അനുരഞ്ജനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അന്നത്തെ എൻ്റെ മനസ്സിലുള്ള സിനിമ എന്ന് പറയുന്നത് അത് അനുരഞ്ജനങ്ങളുടെ ഭാഗമാണ് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ആക്ച്വലി അത് തെറ്റാവില്ല എന്നെ കൊണ്ടുപോകല. സാർ തന്നെ പറഞ്ഞിട്ടുള്ളത് സാർ ഒരുപാട് കോംപ്രമൈസ് ചെയ്തതിന്റെ ഫലമാണ് മുഖത്ത് താടി, ഫ്രഞ്ച് താടി ആയതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയും ഇല്ല എന്ന്. കോംപ്രമൈസ് താഴെ അല്പം ശരിയുണ്ട്. പക്ഷേ അതിനുശേഷം കോംപ്രമൈസ് ചെയ്തിട്ടാന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് കോംപ്രമൈസാണ്. അത് ഞാനാണെങ്കിലും എന്നെക്കാൾ വലിയ ഡയറക്ടർ ആരാണ് ഈ കോംപ്രമൈസ് ചെയ്യുന്നത്, അത് സിനിമയുടെ ഭാഗമാണ്. ആ വ്യത്യാസം കാണും. ഒരു ഏത് പരിധി വരെ എന്നുള്ളതിലേ നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ ഒന്നാമത് നമ്മൾ ഇല്ലാത്തത് ഉള്ളതായി കാണിക്കുകയാണ്. എന്നിട്ട് അതുമല്ലാത്ത മറ്റൊന്നിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിലൂടെ. അപ്പം അതിൽ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നൊരു എലിമെൻ്റ് ഉണ്ട്. അത് ഒരു യഥാർത്ഥം തന്നെ ആവണമെന്നില്ല, അതിശയവൽക്കരണം വേണം. ലിറിക്കൽ എക്സാജറേഷൻ ഓഫ് റിയാലിറ്റിയാണ് കലയെന്ന് പറയുന്നത്. നേരും മാത്രം പറയുന്നതല്ല, നിറം പിടിപ്പിച്ച് പറയുന്നതാണ് കല എന്ന് പറയുന്നത്, കാവ്യാത്മകമായി പറയാമെന്ന് പറയുന്നതാണ്. പക്ഷെ അതിനും അപ്പുറത്ത് അതിനാടകീയതയിലേക്ക് പോകുമ്പോഴാണ് അത് കലാബാഹ്യമാകുന്നത്, കലാവിരുദ്ധമാകുന്നത്. അത് പലപ്പോഴും സിനിമ പോലെ ഒരുപാട് സാമ്പത്തിക വ്യയം അടക്കം പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് നിൽക്കുമ്പോൾ പലയിടത്തും നമുക്ക് അത്തരം വഴിപ്പെടലുകൾ വേണ്ടി വരാം. പക്ഷെ നമുക്കൊരു തീരുമാനമെടുക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കണം. നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിന് അനുകൂലമായി. അതിന് ടോട്ടലി പ്രതികൂലമാണ് സാഹചര്യങ്ങളിൽ സിനിമ ചെയ്യാതിരിക്കാനുള്ള വകതിരിവ് നമുക്ക് വേണം. ഈ സ്വപ്നാടനത്തിൽ താങ്കൾ MG സോമൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സോമൻ അതുവരെ അഭിനയിക്കാത്തൊരു വേഷമാണ് അതിലഭിനയിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് റാണിചന്ദ്ര എന്ന് പറഞ്ഞ നടി അന്നോളം അഭിനയിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ പോർട്രയലാണ് അവരിൽ നിന്ന് കിട്ടിയത്. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാനിപ്പോഴും ഓർക്കുന്നു. അതിൽ PK മണിക്കുട്ടൻ നായർ എവിടെ വന്നാലും PK മണിക്കുട്ടൻ നായരായി തന്നെ തുടരുമെന്ന് പറയുന്നിടത്തു നിന്ന് മാറ്റി ആ സിഗരറ്റും അതിൻ്റെ പുകയും അതിൻ്റെ മാച്ച് ബോക്സും സിഗരറ്റ് പാക്കറ്റും വെച്ചുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അതൊരു വേണുകുട്ടൻ നായരെ താങ്കൾ അതിലൂടെ മോൾഡ് ചെയ്തെടുത്തത് ആ ക്യാരക്ടർ ഇണങ്ങുന്ന വിധത്തിൽ.
സ്വന്തം മകളുമായിട്ടുള്ള മകന്റെ ദാമ്പത്യത്തെക്കുറിച്ച് വളരെ ഡെലിക്കറ്റായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ധർമ്മസങ്കടം മുഴുവൻ ഇതൊക്കെ തമ്മിലുള്ള വെച്ചുമാറലുകളിലൂടെ ഭംഗിയായിട്ട് നിങ്ങൾ മോൾഡ് ചെയ്തെടുത്തു. എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ ഉള്ള ഒരു നടൻ കൂടി അവരിലേക്ക് ആവേശിപ്പിച്ചെടുത്തുകൊണ്ടാണ് താങ്കൾ അത് ചെയ്തിട്ടുള്ളത്. അതെ, ഈ വേണുക്കൊണ്ടാരുടെ കാര്യത്തിന് മാത്രമല്ല, ഞാൻ അഭിനയിപ്പിച്ചിട്ടുള്ള ഏത് നടനും ഉണ്ടായിരിക്കും അത് എക്സാക്ട്ലി. കാരണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ ഈ അഭിനയിക്കാൻ വരുന്ന ആളുകൾക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നുന്ന 2 ഡയറക്ടേഴ്സ്, ഒന്ന് ജോർജും ഒന്ന് ഫാസിലുമാണ്. കാരണം അവർ അതേ സമയത്ത് നടന്മാർക്കും നടികൾക്കും അതൊരു ബുദ്ധിമുട്ടുമാണ്. കാരണം ഈ അഭിനയിച്ച് കാണിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധർമ്മസങ്കടം അവർക്ക് ഉണ്ടാകാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ചില ടെലിഫിലിമുകളിലൊക്കെ താങ്കൾ എത്ര ക്ഷമയോടുകൂടിയാണ് റോ ആയിട്ടുള്ള ഒരാളെ ആ കഥാപാത്രമായിട്ട് ബിഹേവ് ചെയ്യാനായിട്ടൊക്കെ പരിശീലിപ്പിച്ചും പറഞ്ഞിട്ടും മനസ്സിലാകാതെ വന്നപ്പോൾ ശോഭിച്ച് തല്ലാൻ വരെ ചെന്നതും എനിക്ക് ഓർമ്മയുണ്ട്, പിടിച്ചു മാറ്റി വേണ്ടി വന്നതൊക്കെ. അപ്പോൾ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലല്ല യു ആർ മേക്കിംഗ് യൂസ് ഓഫ് ദം, എവറി ടൈം യു ആർ മേക്കിംഗ് യൂസ് ഓഫ് ദം. നിങ്ങൾ അഭിനേതാക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരിലുള്ളത് കൂടി പുറത്തെടുത്ത് അവർക്ക് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് അതൊരു റൈറ്റിംഗ് പോലെ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ താങ്കൾ എടുക്കാൻ തുടങ്ങുന്നത് എൻ്റെ ഓർമ്മയിൽ യവനിക തൊട്ടാണ്. ആ ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ പ്രകടമായൊരു മാറ്റം യവനിക മുതലാണുള്ളത്. കാരണം അത് അവർക്കും കംഫർട്ടബിൾ ആണ്, താങ്കൾക്കും കംഫർട്ടബിൾ ആണെന്ന് പറയാവുന്ന രീതിയിൽ. ജോർജ് സാറിൻ്റെ പല പടങ്ങളും കാണുമ്പോൾ അതിൽ ഞാനും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ലാല് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അപൂർവം ഫിലിം മേക്കേഴ്സിൽ ഒരാൾ താങ്കളാണ്. തമിഴിൽ ബാലുമഹേന്ദ്രയുടെ പടത്തിൽ അഭിനയിക്കണമെന്ന് മോഹമുണ്ട്, തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ മോഹൻലാലിന് ഉപയോഗിക്കാൻ കാമമോഹിതത്തിന് വേണ്ടി നമ്മൾ ശ്രമം നടത്തിയാണ്. അപ്പോഴേക്കും അതിന് വേറെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു പോയല്ലോ. എന്തായിരുന്നാലും കാസ്റ്റ് ചെയ്ത് ഇതുവരെ ചെയ്ത പടങ്ങളിൽ ഏതെങ്കിലും ഒരു വേഷം മോഹൻലാലിന് ഇണങ്ങുമായിരുന്നു, കൊടുക്കത്തില്ലെങ്കിൽ ഇതിനേക്കാൾ നന്നാകുമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇല്ല, അതിനു മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല. മോഹൻലാലിൻ്റെ കാസ്റ്റിംഗ് എപ്പോൾ തോന്നിയാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മോഹൻലാൽ കാസ്റ്റിംഗ് ഉണ്ട്. അയാളെ തനിക്ക് തന്റേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊരു മസ്റ്റാണെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വന്നിട്ടില്ല. അല്ല, അതിപ്പോ മമ്മൂട്ടിയുടെ കാര്യത്തിൽ തോന്നിയിട്ടില്ല. ഈ കഥയ്ക്ക് ഈ കഥാപാത്രത്തിന് അയാളായാൽ നന്നാകുമെന്ന് തോന്നാം. ഓരോ തരത്തിലും മമ്മൂട്ടിയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മോഹൻലാലിന്റെ കാര്യത്തിൽ ഇതൊരു മസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് നിങ്ങൾ തമ്മിൽ പരസ്പരം സഹവർത്തിച്ചിട്ടില്ല. താങ്കൾ ആലോചിച്ച കഥകളിലെ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നു പെട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്രയൊന്നും താരപ്രഭയില്ല ഗോപിക്ക്. പക്ഷെ ചില പടങ്ങൾ ചെയ്യുമ്പോൾ ആ വേഷം ഗോപി തന്നെ ചെയ്യണമെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? പഞ്ചവടി പാലം ചെയ്യുമ്പോൾ ദുശ്വാസനക്കുറിപ്പിന് ഗോപി അല്ലെങ്കിൽ താങ്കൾ ആരെ കാസ്റ്റ്യൂമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ, ഇല്ലേ? അതെ. അല്ല, ഇപ്പൊ ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നിന്റെ അപേക്ഷ ആഫീസിൽ കൊടുത്തിട്ടുണ്ട്, ഉടനെ ശരിയാവും. ഓ, അതല്ല സാറേ കാര്യം. ആ കാമദേവൻ എന്നെ ചതിച്ചു. കാമദേവനോ? അതാരാ? ആ പാലത്തിന്റെ അവിടെ കാവൽ വന്ന പോലീസുകാരൻ. അയ്യോ, അതുപോലെ കടന്ന കൈയായി പോയല്ലോ. 3 മാസത്തിനിടയിൽ അവൻ ഇത്രയൊക്കെ ഒപ്പിച്ചോ? അപ്പൊ താത്തയുടെ മകൾ ആർക്കലിയോ? അവളെ ആ ദ്രോഹി കൂടെ കൊണ്ടുപോയില്ലേ എന്നെ അവിടെ ഇട്ടേച്ച്? ഓഹോ, അപ്പോ പൂതനയുടെ വീട്ടിൽ കാമദേവനായിട്ടും അനാർക്കലിയുടെ വീട്ടിൽ ഷാജഹാനായിട്ടും അവൻ ചെന്നു. അയ്യോ, ആരടാ അവൻ? ഇവിടുന്ന് ഇപ്പൊ ഒരു സമാധാനം പറ സാറേ. എന്റെ വയറ്റിലുള്ളത് പോലീസ് കുട്ടിയാ, അതുകൊണ്ട് അത് സർക്കാരിന്റെ കുട്ടിയാണെന്നും അതിന് സർക്കാർ തന്നെ ചെലവിന് കൊടുക്കണമെന്നും സാറ് സർക്കാരിനോട് പറയണം. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുത്തേനെ. അത് ശരിയാ. ഇപ്പോഴേ അപേക്ഷ കൊടുത്തെങ്കിലേ. അനാഥഗർഭമാണ് പ്രശ്നം അല്ലേ? അതെ സ്വാമി. കുട്ടി പെണ്ണായിരിക്കാനാണ് സാധ്യത. അപ്പോ നമുക്ക് വനിതാ പോലീസിൽ ചേർക്കാം. ഇപ്പൊ ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്? എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസിൽ കൊടു, നോക്കട്ടെ. പക്ഷേ ഈ ഗോപി ഒരു കഥാപാത്രത്തിന് മസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ ഇതൊരു മസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അല്ല, തോന്നിയിട്ടില്ലാത്തത് താങ്കൾ ചെയ്ത ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ അത്തരത്തിലുള്ള പെർഫോമറെ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇല്ല. അതുകൊണ്ടാണല്ലോ താങ്കൾ പഞ്ചവടി പാലത്തിന് മമ്മൂട്ടിയെ വിളിക്കാതിരുന്നത്. അതെ. പിന്നെ മമ്മൂട്ടി വളരെ കംഫർട്ടബിൾ ആവില്ല, അതിൽ അല്പം സ്റ്റൈലൈസേഷൻ, എക്സാജറേഷൻ എന്ന് പറയുന്നില്ല, സ്റ്റൈലൈസേഷൻ ആവശ്യമായ പെർഫോമൻസാണ് മിക്കവാറും നടന്മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്, ഇല്ലേ? പഞ്ചവടി പാലത്തിലെ സോർട്ട് ഓഫ് കൊറിയോഗ്രാഫ്ഡ് ആക്ടിങ് പലരെ കൊണ്ട് താങ്കൾ ചെയ്യിച്ചിട്ടുണ്ട്. അവിടെ മമ്മൂട്ടി കംഫർട്ടബിൾ ആവണമെന്നില്ല.
പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നതിനെ ഇതിൽ കൊണ്ടുവന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുമ്പോൾ മമ്മൂട്ടിയെ ഉപയോഗിക്കാതെ വിടുന്നു എന്ന് പറയുന്ന ഒരു ജാള്യത കൂടി ഉണ്ടാകും. പക്ഷേ ഈ മമ്മൂട്ടിയുടെ കാര്യത്തിലും ഒരു പരിധി മോഹൻലാലിൻ്റെ കാര്യത്തിലും ഇവർ മസ്റ്റാണെന്ന് തോന്നിയിട്ടില്ല. അത് തോന്നിട്ട് ഇനി തോന്നുന്നുമില്ല. അല്ല, അതാ ആരെക്കുറിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഗോപിയെക്കുറിച്ച് തോന്നിയത്, ഒരുപക്ഷെ തിലകനെ കുറിച്ച് തോന്നിയത് എന്ന് പറയുന്നത് അതിന് പകരം ആ ഇന്റൻസിറ്റി തരാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇല്ലായിരുന്നു. യവനിക പലരും റീമേക്ക് ചെയ്യുന്ന കാര്യം ആലോചിച്ച് ജോർജ് ഞാൻ നിന്നുള്ള അടുപ്പം വെച്ചുകൊണ്ട് അതിന്റെ റൈറ്റ്സ് വാങ്ങിയാലോ. ഞാൻ ചോദിച്ചു, അയ്യപ്പൻ ആരഭിനയിക്കുന്നു? ഇപ്പോഴത്തെ തലമുറ നടനെ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ചൂണ്ടിക്കാണിച്ചു തരൂ, നമുക്ക് ഉത്തരം പറയാനില്ല. ഇല്ല. ദാറ്റ് ഈസ് ബിയോണ്ട്.